അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിലെ പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകനാണ് മൂത്തയിടത്തുകാരൻ റഹ്മത്തുള്ള കാസിമി. കഴിഞ്ഞ 4-5 വർഷങ്ങളായി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ, അബദ്ധങ്ങൾ, വഷളത്തരങ്ങൾ, തെറിയ വിഷയങ്ങൾ ഇതെല്ലാം കേരള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈയിടെയായി അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ, വഷളത്തരങ്ങൾ, തെറിയ അഭിഷേകങ്ങൾ ഇതിനെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് അയാൾ തന്നെ മറുപടി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരുതരം ഭ്രാന്തനെ പോലെ, വെളിവ് കെട്ടവനെ പോലെ, ലക്കും ലഗാനുമില്ലാതെ വായിൽ തോന്നിയതെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റഹ്മത്തുള്ള കാസിമിയുടെ സംസാരത്തെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന്, വെളിവുള്ള കാലത്ത് സംസാരിച്ചതും 2, വെളിവ് കെട്ടതിനു ശേഷം സംസാരിച്ചതും. വെളിവുള്ള കാലത്ത് ഇയാൾ കേരള മുസ്ലിങ്ങൾക്ക് ഒരുവിധം സ്വീകാര്യനായിരുന്നു. എന്നാൽ ഈ വെളിവ് കെട്ട കാലത്ത് ഇയാളുടെ സംസാരങ്ങൾ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ആദർശ എതിരാളികൾക്കല്ല, മറിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന്, സ്വന്തം നാട്ടുകാർക്ക്, സ്വന്തം കുടുംബക്കാർക്ക്, സ്വന്തം കെട്ടിയോൾക്ക് പോലും ഇയാളുടെ സംസാരം അലോസരമുണ്ടാക്കുന്നു എന്ന് ഇയാൾ തന്നെ പല പ്രസംഗത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെളിവുള്ള കാലത്ത് ഇയാൾ നടത്തിയ ഒരു സംസാരത്തിൽ നിന്നും തുടങ്ങാം നമുക്ക്. 2 വലിയ ആളുകൾ, ഒരാള് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അവർ ആ മഹാൻ കേരളത്തിലെ സുന്നത്തിമായത്തിന്റെയും സമസ്തയുടെയും മഹാനായ നേതാവാണ്. ഒരാൾ KM മൗലവി. കേരളത്തിലെ മുജാഹിദിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മൗലവിയാണ്. 2 ആൾ കോഴിക്കോട്ട് വന്നാലും തങ്ങളെ വരെ പാർക്കും. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്ട് വന്നാൽ തങ്ങളുടെ മാളികയിലാണ് താമസിക്കുക. KM മൗലവി, മുജാഹിദിന്റെ ശില്പിയായ KM മൗലവി കോഴിക്കോട് വന്നാലും തങ്ങളുടെ മാളിക തന്നെ താമസിക്കുക. 2 ആളും. ഇത് ചരിത്രത്തിലെ കൗതുകകരമായ, ഇന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ മാത്രമുള്ള വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിശാലമായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ അർത്ഥം ആരും ആരുടെ ആശയവും വലിച്ചെറിയണമെന്നല്ല. മനുഷ്യരായി കാണുന്നതിലും മുസ്ലിമീങ്ങളായി കാണുന്നതിലുമൊക്കെ അവർക്ക് ചില പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെയോ നിങ്ങളെയോ താല്പര്യമല്ല ഇവിടെ ജയിക്കേണ്ടത്. ഒരു മഹാനിലൂടെ ലോകത്തിന് കിട്ടിയ സത്യസന്ധമായ വിവരണമാണ് ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഇക്കൊല്ലം തന്നെ എന്നോട് ചോദിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇതിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിസ്തരിച്ചാൽ എനിക്ക് സാക്ഷി തരാൻ കഴിയില്ല. ഇതിനൊക്കെ സാക്ഷി ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ സ്വന്തം വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത് കണ്ട സാക്ഷികൾ ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ മുജാഹിദ് വിഭാഗത്തിലെ കേരളത്തിലെ ശില്പിയായ KM മൗലവിയെ വീട്ടിൽ അനവധി തവണ അതിഥിയാക്കിയിരുന്നതിന് സാക്ഷിയായ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിൽ കഴിയൂല. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭ നേതാവ് NB അബ്ദുസ്സലാം മൗലവി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, MK ഹാജി വന്നാലും ആ കൂട്ടത്തിൽ നിന്ന് ഹജ്ജാജ് ചെല്ലേണ്ടി വരും. പിന്നെ അത് ഹജ്ജാജ് ചെല്ലൂല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അതാണല്ലോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെയും ഒരു രീതി ഇങ്ങനെ തന്നെയായിരുന്നു. പൂക്കോയത്തങ്ങൾ മഅ്മൂമായി, KM മൗലവി ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജീനിയസ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ നേതാവ് KM മൗലവിയാണ്. KM മൗലവി തങ്ങൾ മഅ്മൂമാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് KM മൗലവി മുന്നോട്ടോടി. ഇതൊക്കെ ചരിത്രത്തിലെ അനർഘമായ സാക്ഷ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചുരുങ്ങിയിട്ട് നമ്മളൊരു കല്യാണത്തിന് വിളിക്കണമെങ്കിൽ പോലും ഇന്ന് ആളെ എണ്ണും. മിക്കവാറും 3-4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. 2-3 കൊല്ലം ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കുട്ടികളെ നമ്മളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെയാണ് മുണങ്ങുന്ന അവസ്ഥയിൽ ഇനി ഉണ്ടാവുക. അവിടത്തേക്ക് നമ്മൾ ചെറുതായതിന്റെ വള്ളി വെട്ടാനാണ് അള്ളാഹു റഹ്മത്തുള്ളാക്ക് നാവ് തന്നത്. അത് ഞാൻ വെട്ടന്നെയാണ്. അത് വെട്ടിയത് ശരിയാക്കിയാലേ ഉമ്മത്തിന് എന്നാവുള്ളൂ. ഈ വിശാല മനസ്കതയാണ് ലോകം സ്വീകരിച്ചത്. ഇത് വെളിവുള്ള കാലത്ത് സംസാരിച്ചതാണ്, വർഷങ്ങൾക്ക് മുൻപ്. എന്തൊക്കെയാണ് പോനെ ഈ ക്ലിപ്പിൽ പറഞ്ഞത്? കേരളത്തിലെ ആദ്യകാല മുജാഹിദ് നേതാവായ KM മൗലവിയും കേരളത്തിലെ സമസ്തയുടെ ആദ്യകാല നേതാക്കളായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ബാഫക്കി തങ്ങൾ, പൂക്കോയ് തങ്ങൾ ഇവരും തമ്മിലുണ്ടായിരുന്ന മനോഹരമായ സൗഹൃദത്തിനെ കുറിച്ച് ഇവൻ വാഴ്ത്തി പറയണ്, കുറ്റപ്പെടുത്തി പറയില്ല, വാഴ്ത്തി പറയണ്.
ആ നേതാക്കന്മാരുടെ വിശാലമായ മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നാവും പറയണത്. ഈ കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെടുത്തിയില്ല. ഇവന്റെ പങ്കെത്ര എന്നുള്ളത് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇവൻ പറയാണ്, ആർക്കെങ്കിലും ഈ വിഷയത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളി, 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ കിട്ടൂലെന്ന്. 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ പരുവത്തിലാവും എന്നുള്ളത്, ഈ തീജാനി ശൈത്താമ്പന്റെ തലയിൽ കയറി എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി മനസ്സിലായിരുന്നെന്ന് അറിയില്ല. ഏതായാലും അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇക്കോലത്തിൽ കിട്ടൂല, തെളിവൊന്നും ഇക്കോലത്തിൽ കിട്ടൂല. പറഞ്ഞ് എത്രത്തോളം അതിന്റെ മഹത്വം പറയണമെന്ന് അറിയോ? KM മൗലവി ഇമാമായിട്ട് പൂക്കോയത്തങ്ങൾ മഅ്മൂമായി നിസ്കരിച്ചു. അത്രത്തോളം സൗഹൃദമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് ചുരുങ്ങി അവനാന്റെ പെണ്ണുങ്ങളും കുട്ടികളും അവനാന്റെ കുടുംബക്കാരും കല്യാണം വിളിക്കുന്നിടത്ത് എത്തി. കാരണം മറ്റവനെ വിളിക്കാൻ പറ്റില്ല, ഇവനെ വിളിക്കാൻ പറ്റില്ല, മറ്റോ വഹാബിയാണ്, ഇവൻ സലഫിയാണ്, ഇവൻ മുജാഹിദാണ്, ഇവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, മറ്റോ തബ്ലീഗാണ്, ഓൻ ആരും വിളിക്കാൻ പറ്റൂല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഇന്ന് ചുരുങ്ങി എത്തി. അവനാന്റെ കുടുംബക്കാരും പെണ്ണുങ്ങളും കുട്ടികളും മാത്രം ഒരു കല്യാണത്തിന് കൂടുന്ന രീതിയിലേക്ക് ചുരുങ്ങി എത്തി എന്നാവും പറയണത്. ഇവന്റെ പോക്ക് ഇക്കോലത്തിലാണെങ്കിൽ ഇവന്റെ കൂടെ അവന്റെ വീട്ടില് കല്യാണം വെക്കുമ്പോ ഇപ്പൊ ഇവന്റെ പെണ്ണുങ്ങളും കുട്ടികളും വരെ ഉണ്ടാവോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇരിക്കട്ടെ. എന്നിട്ട് അവസാനം ഒരു വീരവാദം ഇവന്റെ മുഖമുദ്ര ഉണ്ടോ? എന്തിലും വലിയ കണ്ടുപിടുത്തക്കാരനാണ് പോകും. മഹാനായ ഞാൻ കണ്ടുപിടിച്ച കാര്യമാകുന്നു ഇത് എന്ന് ഇടക്കിടക്ക് പോകും പറയും. ഇവന്റെ വലിയ വീരവാദം ഈ പ്രസംഗത്തിൽ എന്ത്? നമ്മൾ ചുരുങ്ങി ചെറുതായി ഒരു കുടിസ് ചിന്താഗതിയിലേക്ക് എത്തി. ആ അവസ്ഥയുടെ അതിന്റെ അടിവെട്ടാനാണ്, അതിന്റെ വള്ളി വെട്ടാനാണ് റഹ്മത്തുള്ളാഹിക്ക് അള്ളാഹു നാവ് തന്നിട്ടുള്ളത്. ഇത് ഞാൻ വെട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്ന് വെച്ചാൽ ഈ കുടിസ് ചിന്താഗതി ഉണ്ടല്ലോ, മുജാഹിദിനോട് മിണ്ടാൻ പാടില്ല, സലഫിനോട് മിണ്ടാൻ പാടില്ല, ജമാഅത്ത് ഇസ്ലാമിനോട് മിണ്ടാൻ പാടില്ല എന്നുള്ള ഈ കുടിസ് ചിന്താഗതിയുടെ അടിവേര് വെട്ടാനാണ് റഹ്മത്തുള്ളാഹിക്ക് അള്ളാഹു നാവ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാൻ വെട്ടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ ഇവൻ കൊല്ലം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി ഈ തീജാനി ശൈത്താമ്പന്റെ തരി കയറിയതിന് ശേഷം അള്ള കൊടുത്ത നാവ് ഇവ ഉപയോഗിക്കണ കോലം കണ്ടോളി. തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം പി ഉണ്ട്, കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം പി ഉണ്ട്. സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ പേര് പറയും. ഇനി നിങ്ങൾക്ക് പേര് പറയേണ്ടി. അയാൾ കള്ള വഹാബിയാണ്. അയാൾ സൂക്ഷിക്കുക, തികഞ്ഞ വഹാബിയാണ്, തനി വഹാബിയാണ്. അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്തി മാറ്റാൻ പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിൽ പോയി വഹാബികളായ അനവധി അയാൾ കള്ള വഹാബിയാണ്. അയാളെ കേരളത്തിൽ ബഹുമാനപ്പെട്ട അവസ്ഥ മര്യാദ പഠിപ്പിച്ചോളി. ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവനെ എം പി ആക്കാം. എന്നിട്ട് ഇവനെന്താ പണി? ഡൽഹിയിൽ ഒരു പണിയൊന്നുമില്ല. ഡൽഹിയിൽ അവർക്ക് കീഴ്വായി വിട്ട് കിടക്കുന്ന പണിയുള്ളൂ. ഇവിടെ വന്നിട്ട് വഹാബി പണി. ഈ ജാതി എം പിമാർക്ക് ഇവരെ താങ്ങിക്കടാ മൗലാന. ഇന്റെ വാപ്പ വേറെയാ, ഞാൻ കള്ള പറഞ്ഞ റേഷൻ കാർഡ് കിട്ടുന്ന വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഇന്ത്യൻ സർക്കാരല്ലേ എനിക്ക് റേഷൻ കാർഡ്? ലീഗിന്റെ എംഎൽഎമാരെ കയ്യിലാണ് റേഷൻ കാർഡ്. തീജാനി ബാധ കയറിയതിനു ശേഷം പ്രസംഗിച്ചതാണ്. പൂക്കോയ തങ്ങളും KM മൗലവിയും ബാഫക്കിത്തങ്ങളും കുതുബി മുഹമ്മദ് മുസ്ലിയാരും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ് രോമാഞ്ചം കൊണ്ട് ഇവൻ പ്രസംഗിക്കുന്നു. അബ്ദുസ്സമദ് സമദാനി വഹാബിയാണ്, സൂക്ഷിച്ചോളീൻ, ഓനെ തിരിച്ചറിഞ്ഞോളീൻ. എടോ സമദാനി വഹാബിയായിട്ട് അനക്കെന്തോട് കിടച്ചില്? അത് എന്റെ ബെഡ്റൂമിൽ കയറി കയറുന്ന, അത് എന്റെ അടുക്കളയിൽ കയറി എന്ന് എന്തെങ്കിലും പറഞ്ഞോ? അയാൾ വഹാബിയെ കൂടെ എനിക്കെന്താണ്? ഇതല്ലേ വഹാബികളുടെ നേതാവായ KM മൗലവിയും ആ പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും കുതുബിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ് അനുയായികളെ രോമാഞ്ചം കൊള്ളിച്ച ആളല്ലേ അല്ലേ? സൂക്ഷിച്ചോളി, ഡൽഹി പോയി കണ്ടി കീവായിട്ട് കിടന്നുറങ്ങാണ്, മുനാഫിക്കാണ്, കള്ള വഹാബിയാണ്, ഒന്ന് സൂക്ഷിച്ചോളി. സമസ്തന്റെ നേതാക്കന്മാർക്ക് ഒരു താക്കീത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. മരത്തിനം കാട്ടി വലിയ കൊമ്പുണ്ടായി കഴിഞ്ഞാൽ ഈ വക താക്കിയതൊക്കെ സമസ്തന്റെ നേതാക്കന്മാർ ജിഫിലൊക്കെ കേൾക്കേണ്ടി വരും. ഇത് താങ്ങിയിടുന്ന മൗലാന, ഇന്റെ വാപ്പ വേറെയാണ്. ഇവിടെ 5-6 കൊല്ലം മുമ്പ് എന്റെ വാപ്പ ആരേനു? അന്നല്ലേ മുജാഹിദ് നേതാക്കന്മാരും സമസ്തയുടെ നേതാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ കഥ പറഞ്ഞു. അതും ഈ കൗമിന് മുന്നിൽ എത്തിയിട്ടല്ലേ? അന്ന് എന്റെ വാപ്പ വേറെയായിരുന്നു തന്നെ, ഈ വാപ്പ അല്ലായിരുന്നോ? പൊള്ളി തോന്നിയത് പറയുന്നേ. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവന്റെ പ്രസംഗത്തിന്റെ ഒരു കോലം. എന്താണ് ഇവൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് ഇവൻക്ക് തന്നെ അറിയില്ല. കാരണം ഈ തീജാനി ബാധ തലയിൽ കയറിയിട്ട് ഈ തീജാനി ശൈത്താനി വരുന്നുണ്ട്.
അല്ല അഹമ്മദ് തീജാനിനെയും ആ തീജാനി ത്വരീഖത്തിൻ്റെ ഒക്കെ ഒന്ന് മാന്തി പൊളിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ഒന്നും കൂടി എനിക്ക് ഹാരളകും, എവിടത്തെ അളകുമെന്ന് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഈ തീജാനി ശൈത്താൻ തരീഖേറിന്റെ ശേഷം ഇവനുണ്ടായ മാറ്റങ്ങളാണിത്. പിന്നെ ആരെ കുറിച്ച് അള്ളാഹു മഹത്വപ്പെടുത്തിയ, ഇസ്ലാം പരിശുദ്ധമാക്കിയ, ഇസ്ലാമിന്റെ ഷിആറുകളെ കൊച്ചാക്കുന്നു, ഇസ്ലാം പരിശുദ്ധമായി കാണുന്ന വിശ്വാസങ്ങളെ കൊച്ചാക്കുന്നു, കർമ്മങ്ങളെ കൊച്ചാക്കുന്നു, ഷിആറുകളെ കൊച്ചാക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളെ പുകഴ്ത്തി പറയുന്നു. അതാണ് ഇപ്പൊ എന്റെ പത്തകോലം. ഇനി വെളിവുള്ള കാലത്ത് മദീനയെ കുറിച്ച് പ്രസംഗിച്ചെന്ന് കേട്ടോളി. മദീന എന്നത് കേവലം ഒരു മണ്ണല്ല. എങ്ങനെ മണ്ണാവുക? മദീന ഔഷധമാണ്. എന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠത്തെ പോലും സുഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. പുണ്യ റസൂൽ. അപ്പോൾ മദീനയിലെ കുഷ്ഠം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോലും പരിഹാരമില്ലാത്തതാണ്. മദീനയിലെ പച്ചമണ്ണ് മെഡിക്കൽ കോളേജിനും അപ്പുറത്താണ്. റമളാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മദീനയിൽ ഒരു റമളാനിൽ കൂടുന്നത് മദീനയല്ലാത്ത നാട്ടിൽ 1000 റമളാൻ ലഭിക്കുന്നതിനേക്കാൾ നല്ലതാണ്. മുഹമ്മദ് മുസ്തഫ. വെളിവുള്ള കാലത്ത് മദീനയെ കുറിച്ച് സംസാരിച്ചതാണിത്. മദീനയുടെ പോരിശ, മദീനയിലെ മണ്ണ് കുഷ്ഠത്തെ പോലും സുഖപ്പെടുത്തും. മദീനയിൽ നോമ്പ് കൂടിയുള്ള പ്രതിഫലം നിങ്ങൾ പറഞ്ഞ തേങ്ങാണ്. കള്ളക്കരച്ചില്, അതൊക്കെ കള്ളക്കരച്ചിലായിരുന്നു. ഇപ്പോഴല്ല മനസ്സിലാവുന്നത്, ഇപ്പോഴല്ല ഇവന്റെ പൂച്ചു പൂർത്തിയാടിയത്. അങ്ങനെ മദീനന്റെ പോരിശ പറഞ്ഞ ഇവൻ വെളിവ് കെട്ട കാലത്ത് തീജാനി ശൈത്താൻ തരീഖേറിന്റെ ശേഷം ഇപ്പൊ മക്കനെ കുറിച്ചും മദീനെ കുറിച്ചും സംസാരിച്ച് കേട്ടോക്കി. അതാണല്ലോ വിവാദപ്പോ. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തോടുള്ള മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. സുഹൃത്തുക്കളെ, ഇവൻ ഈ വക വഷളത്തരങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇവന്റെ വിവാദ പ്രസംഗങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ. ഒരു തരം ഇളിച്ചുകാട്ടല്, ഒരു കൊഞ്ഞനം കുത്തല്, ഒരു ചുണ്ട് കോട്ടിയിട്ട് ചിറി കോട്ടിയിട്ട് ഒരു അറപ്പും വെറുപ്പും തോന്നുന്ന, അത് ജനങ്ങൾക്ക് തോന്നണം. ഇത്തരം കാര്യങ്ങൾ പറയും. മക്കയായാലും മദീനയായാലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു തരം അറപ്പ് വെറുപ്പ്, അത്തരത്തിലൊരു ബോഡി ലാംഗ്വേജ് ഇവന്റെ മുഖത്തൊക്കെ കാണാം. എന്താ പറഞ്ഞത്? മക്കത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് വിചാരിക്കുന്നവൻ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ആരെക്കുറിച്ചാണോ ജോ പറഞ്ഞത് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്? അള്ളാഹിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ? മക്കയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങള് അള്ളി റസൂലിലൂടെ പഠിപ്പിച്ചത്. അന്റെ തീജാനി ശൈത്താൻ അത് പഠിപ്പിച്ചിട്ടില്ല വെച്ചിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവൂലേ? അവിടെ പോയ നേട്ടം കിട്ടൂലാന്നോ? എണ്ണിയാലൊടുങ്ങാത്ത നേട്ടമില്ലടോ മക്കത്ത് പോയാല്. ഹജ്ജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉംറ ചെയ്യണമെങ്കിൽ എന്റെ മൂത്തയടുത്ത് എന്റെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ തവാഫ് ചെയ്യേ, ആ നേട്ടം ഇവിടെ പോയാൽ കിട്ടുമോ? റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ തവാഫ് ചെയ്താല് മക്കത്ത് പോയി തവാഫ് ചെയ്യണ നേട്ടം കിട്ടുമോ? നമുക്ക് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ചും വിശ്വാസങ്ങളെ കുറിച്ചും ഷിയാറുകളെ കുറിച്ചും തൊള്ളി തോന്നിയത് വിളിച്ചറിയാം. എനിക്ക് വെളിവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബാക്കിയുള്ള മുസ്ലിങ്ങളില്ല ഇവിടെ. എന്താണ് ഈ പറയണത്? എന്നിട്ട് പറയണേ മക്കനോടും മദീനോടും വലിയ പ്രതിബദ്ധത ഒന്നുമില്ല. ആര് പറഞ്ഞത്? അനക്ക് പ്രതിബദ്ധത ഉണ്ടാവില്ല. മുസ്ലിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ട്, മക്കയോടുമുണ്ട് മദീനയോടുമുണ്ട്. അനക്ക് പ്രതിബദ്ധത ഇല്ല വെച്ചിട്ട് എന്റെ മാതിരി എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കണമെന്നോ? എന്നിട്ട് പറയാ ചില ആൾക്കാർ മദീനത്ത് പോയി മരിക്കണമെന്ന് വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നത് മദീന മൂത്തയിടത്തേക്ക് വരുന്നെന്നാണെന്ന്. വരും മിക്കവാറും മൂത്തയിടത്തേക്ക് കുതിരവട്ടത്തിന്റെ ഒരു ബ്രാഞ്ച് അവിടെ കൊണ്ടുവരേണ്ടി വരും. മിക്കവാറും ഈ പോക്ക് പോകണമെങ്കിൽ മദീന എല്ലാം കണ്ടു വരിക, കുതിരവട്ടം വരുന്നുണ്ട് മൂത്തയിടത്തേക്ക്. അത് നമുക്ക് ആലോചിക്കാം. എന്നിട്ട് സഹോദരങ്ങൾ ഇതങ്ങോട്ട് വിവാദമായി. ഇവരെ കൂട്ടത്തിൽപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ ഇതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ന്യായീകരണമായിട്ട് ഇറങ്ങിയിരിക്കണം. എന്ത്? മദീനയുടെ സംസ്കാരം അല്ലെങ്കിൽ റസൂൽ കിടക്കുന്ന മദീനത്താണല്ലോ, ആ റസൂൽ എൻ്റെ അടുത്തേക്ക്, ആ റസൂലിന്റെ ആ സ്നേഹം ഹുബ് ഇഷ്ക് എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ്, മദീന മൂത്തയിടത്തേക്ക് വരണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാഹിത്യപരമായ ഭാഷയിൽ പറഞ്ഞതാണ്.
നേരെ ചെവ്വ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത കൗമ മുമ്പിലുള്ളത്. അറാന്ന് പറഞ്ഞു കൊടുത്താൽ തറാന്ന് കേട്ട് ഉറിയെന്ന് എഴുതുന്ന കൗമാണത്. തനി പൊട്ടന്മാരായ മന്ദബുദ്ധികളായ കൗമ്. അതുകൊണ്ട് തന്നെ പറയണേ നമ്മൾ ഇട്ടും ഇൻഷാ അല്ലാഹ്. ആ കൗമിനോട് അഞ്ഞ് പോകാൻ സാഹിത്യം പറയാൻ പോണത്. പിന്നെ അവൻ പറയണത് എന്താണ്? മക്കത്തും മദീനത്ത് പോയി കഴിഞ്ഞാൽ ഓലിന്റെ തലെടുക്കും, അത് പേടിച്ചിട്ടാണ്. അങ്ങനെയാണ് ഈ ബാക്കിയുള്ളവർക്കൊക്കെ ആ നിയമമുണ്ട്. എന്നാൽ അവരോട് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട്, എനിക്ക് മക്കത്തും മദീനത്ത് പോകാൻ ആഗ്രഹമില്ലായിട്ടല്ല, അവിടുത്തെ ഗവൺമെന്റിന്റെ തലെടുക്കുന്നു പേടിച്ചിട്ടാണ്, നിങ്ങൾ പോയിക്കോളി എന്നല്ല പറയേണ്ടത്. അതിനു പകരം മക്കൾക്കും മദീനക്കും ഒരു പോരിശിയില്ല എന്നുള്ള കോലത്തെ അടച്ചട ആക്ഷേപിച്ചു. അവിടെ പോയാൽ പുണ്യം കിട്ടും, എന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് വിചാരിക്കണം, മഹാവിദ്യയാണെന്ന്. ഇവൻ തലക്ക് വെളിവുണ്ടോ ഇല്ലേ നിങ്ങൾ പറയും. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. അത് കഴിഞ്ഞു. പിന്നെ ഇമാം മഹദിയെ കുറിച്ചാണ് ഇവന്റെ അടുത്ത വിടുവായത്തം. കേട്ടോക്കി. ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും. ഇതൊക്കെ പഠിച്ചോളൂ. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ പല സംഘടനകളും മഹദി ഇമാമിനെതിരായിരിക്കും. കൂട്ടത്തിൽ ഞാൻ പറയാണ്, മഹദി ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും. മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിനെതിരായിരിക്കും. ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടടാ. അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ. മഹദി ഇമാം വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും. ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിന്റെ അനുയായികളായിരിക്കും. എന്തുകൊണ്ട്? അവർ ശുദ്ധരായ മനസ്കരാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ. ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്, ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ്. എന്തൊക്കെയാണ് ഈ ഹംകി വിളിച്ചു പറയണത്? അറബികളായിരിക്കും മഹദിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, ഒന്നാമത്തെ പൊട്ടത്തരം. ഇന്ത്യയിലെ കോടാനുകോടി ഹിന്ദുക്കളായിരിക്കും മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ, രണ്ടാമത്തെ പൊട്ടത്തരം. ഇതൊക്കെ ആര് പറഞ്ഞു? ഓൻ പറഞ്ഞു. ഓന്റെ മണ്ടിയിൽ ശൈത്താട്ട് കൊടുത്ത ഇൽഹാം. അത് ഏത് ശൈത്താനാണോ, തീജാനി ശൈത്താനാണോ വേറെ ഏതും ശൈത്താനോ എന്നറിയില്ല. ഓനാണ് പറയുന്നേ. കുറച്ച് അന്തം കമ്മി കുഞ്ഞാപ്പളെ മുന്നിലിട്ടി കഴിഞ്ഞാൽ തൊള്ളി തോന്നിയെന്നാണ് പറയുന്നേ. ഹിന്ദുക്കളാണ് മഹദിയുടെ. അവർ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, BJP-ക്കാരാണെങ്കിൽ പോലും സംഘികളെ മനസ്സ് നമുക്കറിയില്ല സഹോദരങ്ങളെ. അത് അറിയാത്ത ആരവിടെ? സംഘികളും പിന്നെ പനെ പോലത്തെ സംഘികളെ താങ്ങി നടക്കുന്ന ആളുകളും അല്ലാത്തവർക്കൊക്കെ സംഘികളെ മനസ്സറിയാം. ആ സംഘികളാണെങ്കിൽ പോലും അവരുടെ മനസ്സ് വളരെ ശുദ്ധ മനസ്സാണ്. അതുകൊണ്ടാണ് അവർ മഹദിന്റെ അനുയായികളായി മാറുക. എന്നിട്ട് പോകാൻ പറയാ, ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ സുഖാണ്, ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. ആ ഹിന്ദു ഞാറസേരനാണെങ്കിലും അവനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ സിമ്പിളാണ്. കാരണം അവന്റെ മനസ്സ് മലിനമാകാത്ത മനസ്സാണ്. എന്നാൽ അവിടുത്തെ മുസ്ലിമിന്റെ മനസ്സോ അത് മലിനമായ കുഷ്ഠം നിറഞ്ഞ വൃത്തികെട്ട മനസ്സാണ്. അപ്പൊ ആർക്കും വേണ്ടി ഈ കൊയലൂത്ത് നടത്തുന്നത്? ഇവിടെ എനിക്ക് ഏതെങ്കിലും സംഘികൾ അച്ചാരം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി കാണിച്ചോ, വാലാട്ടി കാണിച്ചോ. എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരത്തെ, അവരുടെ ഷിയാറുകളെ, അവർ പരിശുദ്ധമായി കാണുന്ന സാധനങ്ങൾ നീ എന്തിനാണ് നീ പരിഹസിക്കുന്നത്? അത് പരിഹസിച്ചാൽ ഞങ്ങൾ എന്തെങ്ങനെ കേട്ടിക്കുന്ന ഈ വിചാരിച്ചത്? ഞങ്ങൾക്ക് സംഖ്യകൾ വല്ല ഓഫറും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുണങ്ങിക്കോ, നക്കിക്കോ, നന്ദി കാണിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമുള്ള കേസല്ല. ഞങ്ങൾ അങ്ങനെ ഒരുപാട് കുലംകുത്തികളെ, ചേക്കുട്ടി പോലീസുമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ മക്കിട്ട് കയറാൻ നിൽക്കണ്ടേ സുഹൃത്തുക്കൾ? ഇവ യാദൃശികമായിട്ട് എപ്പോഴെങ്കിലും ഒരു ബാധ കയറിയിട്ട് പറയണ അബദ്ധങ്ങളല്ലത്. ഇവ ഇസ്ലാമിനും ഇസ്ലാമിന്റെ ഷിയാറുകളെയും മുസ്ലിങ്ങൾ മഹത്തരമായി കാണുന്ന സാധനങ്ങളെയും പുച്ഛിച്ച് പരിഹസിക്കുക എന്നുള്ളത് ഇവന്റെ ശീലാണ്. പരിശുദ്ധ കഅബയെ കുറിച്ച് ഇവൻ പറഞ്ഞത് കേട്ടോക്കി, അത് മുമ്പ് ഒരു വിവാദമായതാണല്ലോ. ആ നബീനെ കൂടെ വന്നവര് നിങ്ങളും ഇനിയും പോലത്തെ മനുഷ്യന്മാരല്ലായിരുന്നു, ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് ഇത് മണ്ണും കല്ലുമാണ്, ഇതൊരു കുന്തം അല്ലാന്ന് അവർക്കറിയാം. ഓലട് പോയി എടാ മണ്ണും കല്ലും പൊളിഞ്ഞാടിയിട്ട് തിരിഞ്ഞു നോക്കിയോ? ആ മനുഷ്യന്റെ ഉമ്മാനെ കൊണ്ടുവന്നാക്കിയിട്ടല്ലേ അത് ഉണ്ടാക്കിയത്? ആയിരക്കണക്കായ നബിമാര് തിരിഞ്ഞു നോക്കിയോ? എന്താണടാ പൊട്ടന്മാരെ പോലെ ഇരിക്കണത്? എടാ ഇത്ര കൊല്ലം ഈ കഅബ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ? പറയടാ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ. ഈ എത്ര നബിമാര് ഇവിടെ ഉണ്ടായടോ? തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടേ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയോ? സുഹൃത്തുക്കളെ, എന്തിനെ കുറിച്ചാണ് ഇവനീ പറയണത്? ഇവന്റെ വീടിന്റെ കക്കൂസിനെ കുറിച്ചല്ലത്. മുസ്ലിങ്ങൾ ആദരവോടെ കാണുന്ന പരിശുദ്ധ കഅബയെ കുറിച്ച്. അത് വെറും കല്ലും മണ്ണും അല്ലേ?
എത്ര ലാഭം. അതൊക്കെ പറയണമെങ്കിൽ ഇവൻ ഈമാനിന്റെ ഒരു കണിക അവന്റെ ഉള്ളിൽ ഉണ്ടാവും. അത്രത്തോളം ഇസ്ലാമിനോട് വെറുപ്പുള്ള ഒരാൾ അങ്ങനെ പ്രയോഗിക്കുള്ളൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? ആരാണ് ഇബ്രാഹിം? എന്റെ അളിയാനോ തന്നെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു മുസ്ലിം ദിവസേന ഓർക്കുന്ന, ദിവസേന പ്രാർത്ഥിക്കുന്ന മഹാനായ നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ചാണ്. വലിയ ആളായി താങ്ങി പിടിച്ച് നടക്കുമ്പോഴല്ലേ ഇബ്രാഹിം മൂപ്പരടക്കം തിരിഞ്ഞു നോക്കിയോ? പിന്നെ ഞങ്ങൾ ആരോടോ താങ്ങി പിടിച്ച് നടക്കേണ്ടത്? അന്നെ തന്നെ. ഈ വേസ്റ്റുകളിൽ വേസ്റ്റായ അന്നെയാണ് ഞങ്ങൾ താങ്ങി പിടിച്ചെടുക്കേണ്ടത്. അത് അന്നെ കൊണ്ടൊക്കെ പറയണ ഈ അഹമ്മദ് തീജാനി എന്നുള്ള ശൈത്താനോ? ആരാ ഞങ്ങൾ താങ്ങി പിടിച്ചെടുക്കേണ്ടത്? മുസ്ലിങ്ങൾ. ഞങ്ങളെ മുസ്ലിങ്ങളുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജാക്കന്മാരാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഞങ്ങൾ താങ്ങി പിടിച്ചു നടക്കൂലേ? ജൂതന്റെ അച്ചാരം പറ്റിയിട്ട് ഏതോ ഒരു അതിനെതിരെ കൊരക്കിണ്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഇബ്രാഹിം നബിനെ കുറിച്ച് ഞങ്ങൾ താങ്ങി പിടിച്ചു നടക്കൂലേ? ഇബ്രാഹിം അടക്കം ആരാ ഇബ്രാഹിം? ആരെ കുറിച്ചാ നീ പറഞ്ഞത്? ഇതാണ് സഹോദരങ്ങളെ ഇവന്റെ സംസാരത്തിന്റെ ശൈലി. മുസ്ലിങ്ങൾ പരിശുദ്ധമായി കാണുന്ന എല്ലാറ്റിനും പരിഹസിക്കുക, നിന്ദിക്കുക, കൊച്ചാക്കുക. എന്നിട്ട് മറുപുറത്ത് നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ സംഖ്യകളെ പോലും സുഖപ്പെടുത്തി അവര് നല്ല മനസ്സിന്റെ ഉടമകളാണ്, അവര് മലിനമാക്കപ്പെടാത്ത മനസ്സാണ്, അവരെങ്ങനെ പൊക്കി പറയാം. ഇതൊക്കെ ഒരു കൗമുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുള്ളത് കേട്ടിട്ട് ആ കൗമിന്റെ അവസ്ഥ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞു. ഇന്ന് നല്ല പ്രവാചകന്മാരുടെ കാലം മുതൽ ലോകത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ജൂതന്മാർ, ആ ജൂതന്മാരെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നവൻ കേട്ടോ. ഇസ്രായേൽ നിങ്ങൾ കുറ്റം പറയരുത്. ഇസ്രായേലിന് ഇന്ന് ലോകത്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ കഷ്ടപ്പെട്ട് നേടിയതാ. ഞാൻ ഇസ്രായേലില് 10-25 വട്ടം പോയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു പട്ടാളക്കാരൻ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഡ്യൂട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കസേരയില്ലാത്ത ഒരു പോലീസ് സംവിധാനം ലോകത്തുണ്ടെങ്കിൽ ഇസ്രായേലിൽ. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പണിയെടുക്കുന്ന ഒരാൾക്കൊരു കസേര ഉണ്ടാവും, പോലീസുകാർക്ക് ഒരിക്കലും കസേര ഉണ്ടാവില്ല. അവർ ഓൺ ഡ്യൂട്ടി, പോലീസ് സ്റ്റേഷൻ കസേര ഉണ്ടാവില്ല. അവർ ഇന്റലിജന്റാ. അങ്ങനത്തെ ജനത നേടുമല്ലോ. നമ്മൾ വെറുതെ എന്തിനാ കുറ്റം പറയുന്നത്? കർമ്മം ചെയ്യുന്ന ഒരു ജനത നേടൂലേ? നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കുണാമേ പണിവടുനാകം നരകവും അതുപോലെ. നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം. നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് തിന്നാം. അവർ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചു, ലോകം മുഴുവനും. അവരില്ലായി. അറബികൾ മുഴുവനും അവരെ ആക്രമിച്ചു. 1967 അറബ് ലോകത്തെ മുഴുവനും ഇനി ഒരു യുദ്ധത്തിന് ശേഷിയില്ലാത്ത വിധത്തിൽ അവർ തകർത്തത് 7 ദിവസം കൊണ്ടാണ്. അത് ജൂതന്മാർ പറയുന്നത് അത് ഞങ്ങളെ ബദർ യുദ്ധമായിരുന്നു. 1967 പരിസരത്തെ മുഴുവനും അറബ് സമൂഹങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. എത്ര ദിവസം കൊണ്ട്? 7 ദിവസം, 6 ദിവസം, 6 ഡേ വാർ. 1967 6 ദിവസം, 6 ഡേ വാർ. 6 ദിവസം തകർത്ത് തരിപ്പണമാക്കി. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ജനതയോട് കൂറുണ്ട്, അവർക്ക് അവരുടെ സംവിധാനത്തോട് കൂറുണ്ട്, അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തോട് ആത്മാർത്ഥമുണ്ട്. ഇസ്രായേൽ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഇസ്രായേൽ ഇന്ന് ലോകത്ത് ഈ സൗകര്യം നേടിയിട്ട് അവർ കഷ്ടപ്പെട്ട് നേടിയതാണ്. അവർ ചതിച്ചും വഞ്ചിച്ചും നേടിയതാ ഈ ജൂത പരീക്ഷകള്. ഇസ്രായേൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവരെ ഉള്ളോ? എന്നിട്ട് ഞാൻ 25 വർഷം പോയിട്ടുണ്ടാണ്ട് എന്റെ കൊണാണ് ഈ കാണുന്നത്. ആ 25 പ്രാവശ്യം പോയിന്റെ കൊണാണ് എന്റെ നാവിന്റെ ഉള്ളിൽ കൂടി, എന്റെ വായി കൂടി പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോ ആരാളാണ്? മുസ്ലിങ്ങളെ വക്താവാണോ അതോ ഇസ്ലാമിന്റെ ശത്രുക്കളെ വക്താവാണോ എന്നുള്ള ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുള്ളത് ദിനേന എന്നോണം. അത് ഇസ്രായേലിൽ 25 പ്രാവശ്യം പോയിന്റെ ഗുണം തന്നെയാണത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഇവന്റെ വായ, ഇവന്റെ വിഷയലപ്തമായ വാക്കുകൾ. മുനിസിപ്പാലിറ്റി കക്കൂസിന് ദിനംകാട്ടി നിലവാരം ഉണ്ടാവും. ഇത് സഹിക്കാൻ പറ്റാണ്ടായി സമസ്തന്റെ പണ്ഡിതന്മാർക്ക് തന്നെ. ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക്, പല വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. കേട്ടോളി, ഇവന്റെ അതേ കൂട്ടത്തിൽപ്പെട്ട, ഇവന്റെ വിഭാഗത്തിൽ സമസ്തയിൽപ്പെട്ട പണ്ഡിതൻ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോളി. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെ കുറിച്ച് ഒക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഉസ്താദിന്റെ പ്രഭാഷണം വന്നു. എന്തോ സംഭവിച്ചത്, എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല.
ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത്. അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു? എന്തെങ്കിലും ഒരു ശൈത്താനിയത്തായ ഫിത്ന അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. കാരണം ഒരു അറിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയില്ല, ഒരു വിവരമുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല, പറയൂല. എങ്ങനെ പറയാം? കേട്ടില്ല സഹോദരങ്ങളെ, കേട്ട് നിൽക്കാൻ കഴിയില്ലതൊന്നും ഇവന്റെ പ്രസംഗമൊന്നും. അതുകൊണ്ട് പ്രതികരിച്ചു പോരണ ഈ സിംസാറിലക്കനെ പോലത്തെ ആൾക്കാര്. എന്താ അദ്ദേഹം പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ അത് ഓർമ്മക്കുറവായിരിക്കും. ഓർമ്മക്കുറവ് എന്തായാലും അല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഒരു നല്ല ഓർമ്മ ഉണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു തകരാറ് ബുദ്ധിക്ക് സംഭവിച്ചു, അതാണ് കറക്റ്റ്. എന്തോ ഒരു ശൈത്താനിയത്ത് ഇവന് കൂടിയിട്ടുണ്ട്. ആ ശൈത്താനിയത്ത് തീജാനി ശൈത്താനിയത്ത്. ആ ശൈത്താനിയത്ത് തലി കയറിയ ശേഷം ഇവൻ എന്താണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവൻ തന്നെ ബോധമല്ല. മനസ്സിലായോ? ഒന്ന് പ്രസംഗിക്കും, പിറ്റേ തിരുത്തി പറയും, പിറ്റേ വിശദീകരണേറ്റ് വരും, അങ്ങനെ പറയുന്നേ. അപ്പൊ സഹോദരങ്ങൾ, ഇതുപോലെയുള്ള വിമർശനങ്ങൾ സ്വന്തം പാളയത്തിന് വന്നപ്പോ ഇതിനൊരു മറുപടി വന്നു. ആ മറുപടി എന്ന് കേട്ടേക്ക് ഭയങ്കര രസമാണത്. ഞാൻ ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ ആർക്കില്ലാത്ത അഭിപ്രായം എനിക്കുണ്ടായിട്ട് ഇന്ന അള്ളാഹു തആല നരകത്തിലിടാനാണെങ്കിൽ നിനക്കെന്താടാ മുഖ്യം? ഞാനല്ലേ നരകത്തിൽ വിചാരം. നിങ്ങൾ വിചാരിച്ച ദജ്ജാലല്ല ഞാൻ വിചാരിക്കുന്നു. ദജ്ജാൽ വേറെ ആളാണ്. നിങ്ങൾ വിചാരിക്കുന്ന ദാബത്തുൽ അർളല്ല ഞാൻ വിചാരിക്കുന്ന ദാബത്തുൽ അർള് വേറെയാണ്. ഇങ്ങനെ പോയാൽ നരകത്തൊക്കെ പോകണം. ആയിക്കോട്ടെ, ഞാൻ നരകത്ത് പോകാൻ നിനക്കും നിന്റെ പാപ്പാക്കും എന്ത് കുഴപ്പമുള്ളത്? ഞാൻ നരകത്ത് പോയാൽ നിനക്കെന്താ നഷ്ടം? ഞാൻ നരകത്ത് പോയാൽ ആയിക്കോട്ടെ, നിനക്കെന്താ നഷ്ടം? ഞാൻ എൻ്റെ റബ്ബിനായിട്ടല്ലേ, ഞാൻ എൻ്റെ റബ്ബിനുള്ള പ്രശ്നമല്ലേ? നരകത്ത് പോയാലും സ്വർഗത്ത് പോയാലും നിങ്ങൾക്കെന്ത്? ഞാൻ ദജ്ജാലിനെ കുറിച്ചും മഹദിനെ കുറിച്ചും കഅബയെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും മക്കനെ കുറിച്ചും മദീനത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ തൊള്ളി തോന്നി പറഞ്ഞുകൊണ്ടിരിക്കും. അനക്കെന്താടാ ഹംകയുണ്ട്? ഞാൻ നരകത്തിൽ പോയി കഴിഞ്ഞാല് ഞാനല്ല പോണത്, ഇജ് പോയിക്കോ. എന്നോട് ആരാ നരകത്തേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിക്കണമെങ്കിൽ എന്റെ വട്ടം പിടിച്ച് കണ്ട് കാശ്മീർ ചാടല്ലേ നരകത്തേക്ക്, കാശ്മീർ ചാടല്ലേ ഇറങ്ങി പരലോകത്തൊരു കുട്ടി ഉണ്ടാവില്ല, ഇജ് ചാടിക്കോ. പക്ഷെ ഈ സമുദായത്തിന് എന്തിനാ ഈ നരകത്ത് കൊണ്ടുപോണത്? എനിക്കും എന്റെ വാപ്പാക്കും എന്താ? ഒരു പണ്ടിയൻ ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ പ്രസംഗിക്കും, എനിക്കും എന്റെ വാപ്പാക്കും എന്താ അവിടെ കേട്? കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. എന്താ അവന്റെ ക്വാളിറ്റി പറയട്ടെ? എന്റെ മാർഗം ജനങ്ങളെ മുഴുവൻ ചീത്ത കേൾക്കുന്ന മാർഗമാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എനിക്കത് വിഷയമല്ല. ആദ്യകാലത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ചീത്ത കേൾക്ക് തുടക്കിയ കാലത്ത്. ഇപ്പൊ ഇതെന്തായി? തോല് പോയി, തോലൊക്കെ കട്ടികൂടി. അപ്പോൾ പിന്നെ ഇനി എന്തില്ല, പ്രശ്നമില്ല. എനിക്ക് തൊലിക്കെട്ടിയായി എന്തും കേൾക്കാം. നിങ്ങളെ നിങ്ങളെന്നെ പ്രശംസിച്ചാലും എൻ്റെ ഉള്ളിൽ കയറൂല, നിങ്ങൾ എന്നെ വിമർശിച്ചാലും എൻ്റെ ഉള്ളിൽ കയറാൻ ആദ്യം തൊലിക്കെട്ടി. ഇതാണ് കാരണം. ഞാൻ പറഞ്ഞ ഈ ജനങ്ങളൊക്കെ മൊത്തം ചീത്ത കേൾക്കുന്ന മാർഗത്തിലാണ് ഞാനുള്ളത്. അങ്ങനെ മാർഗം ഉണ്ടാവും? ജനങ്ങൾ മൊത്തം തേറി പറഞ്ഞ ഒരു മാർഗം? ആദർശതിരാളികൾ ചീത്തറിയും ചിലപ്പോ. ഇത് അവനാന്റെ കുടുംബക്കാരും പ്രസ്ഥാനം നാട്ടുകാരും അവനാന്റെ കൂട്ടത്തിൽപ്പെട്ട വണ്ടിയന്മാരും മൊത്തം ചീത്തറിണ ഒരു മാർഗം ഉണ്ടാവുമോ? ഇനി എങ്ങനെ ചീത്തറിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണ്. ആ തൊലിക്കെട്ടി കൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയണത്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഉളുപ്പും മാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ ഈ ചീത്ത കേട്ട് ഈ കഴിഞ്ഞ അറപ്പാണ് മാറി. ഇപ്പൊ എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണ്. അതുകൊണ്ട് എന്തും എന്നെ കുറിച്ച് പറഞ്ഞോളി, ഞാൻ ഇങ്ങനെ പോകും ഈ പോക്ക്. കാരണം എന്താ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരു കൗമ് മുമ്പിലുണ്ട്. എന്താണ് ആ കൗമിന്റെ ക്വാളിറ്റി? അതും പടം പറയട്ടെ. നിങ്ങളൊക്കെ പറയും കാസിമി തിരക്കടില്ല. നേരെ മറിച്ച് എന്റെ ആള് വാതിലെന്താ അടച്ചിട്ട് ദൂരക്കിനോട് ചവിട്ട് തരോടെ തന്നെ ഞാൻ എന്തൊക്കെയാ ഈ അവിടുന്ന് വിളിച്ച് പറഞ്ഞറിയുമ്പോഴേ ഞാൻ ചെറുതാവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ജനം എന്റെ കൈയാണ് മുത്തുക. കാരണം ഞാനാണല്ലോ വലിയ വർത്താനം പറയുന്നത്. ജനത്തിന് പണ്ടും ബുദ്ധിയില്ല, ഇപ്പോഴും ബുദ്ധിയില്ല, ഇങ്ങോട്ട് ബുദ്ധി ഉണ്ടാവില്ല. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചു ഒരു കാര്യമല്ല. പണ്ടത്തെ ജനത്തിനും ബുദ്ധിയില്ല, ഇന്നത്തെ ജനത്തിനും ബുദ്ധിയില്ല. ലഹരി പറ്റിട്ടുണ്യ. എങ്ങനെയുണ്ട്? ജനത്തിന് പണ്ടും ബുദ്ധിയില്ല, ഇപ്പോഴും ബുദ്ധിയില്ല, ഇനി ബുദ്ധി ഉണ്ടാവൂല. ആ ജാതി കൗമ മുമ്പിൽ ഇരിക്കണ്ടേ? ആ കൗമാണ് എന്റെ കൈ പിടിച്ച് മുത്തുന്നത്. കാസിം ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ നന്നാണെങ്കിൽ, ഞാൻ ചെറുതാണെങ്കിൽ എന്റെ ചില ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ മുറിയിലിട്ട് ചവിട്ടണം. അതാരാണ്? ഇപ്പത്തെ തീജാരി ത്വരീഖത്തിന്റെ ഏതെങ്കിലും ശൈത്താനായിരിക്കും. അല്ലാതെ ആര് പറഞ്ഞാലും എനിക്ക് ഉളുപ്പ് വെക്കൂല. കാരണം ഈ കൗമാണ് എന്റെ മുമ്പിൽ ഇരിക്കണത്. ഏത് കൗമ്? പൊട്ടന്മാരായ കൗമ്. താനീ പൊട്ടന്മാർ എന്ന് ഇവൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത കൗമ്. കേട്ടോളി. എന്താണ് പൊട്ടന്മാരെ പോലെ ഇരിക്കണ? പറയടാ, പൊട്ടന്മാരെ പോലെ ഇരിക്കാതെ.
കേട്ടില്ല സഹോദരങ്ങളെ, സ്വന്തം മുമ്പിലിരിക്കുന്ന കൗമിനെ പൊട്ടന്മാരെ 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 എന്ന് വിളിക്കണ ഒരു പ്രാസംഗികനെ ലോകത്ത് നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? എതിരാളികളെ വിളിക്കുമായിരിക്കും ചിലപ്പോ അരിശം കൊണ്ട്. ഇത് സ്വന്തം ഇവന്റെ തൊള്ളിയിൽ നിന്ന് വരുന്ന ഈ ചാണക വേസ്റ്റുകള്, ഈ മലം വേസ്റ്റുകളൊക്കെ ഒപ്പിയെടുക്കാൻ മുമ്പിലിരിക്കുന്ന കൗമിനാണ് ഓൻ പറയണത് പൊട്ടന്മാരെ. എന്താടാ നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത്? പൊട്ടന്മാരെ പൊട്ടന്മാരെ ഇങ്ങനെ വിളിക്കണ ഒരു പ്രാസംഗികനെ, ഒരു മതപണ്ഡിതനെ ലോകത്ത് ഇവനല്ലാതെ വേറെ ഒരുത്തുണ്ടോ? വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ കൗമാണ് ഈ കൗമ്. ഈ കൗമിന്റെ മുമ്പിൽ ഇവൻ എന്താ പറഞ്ഞുകൂടാത്തത്? ഈ കൗമിന്റെ മുമ്പിലാണ് വലിയ ഖുർആൻ പ്രാസംഗികനായി ഇവൻ വിലസുന്നത്. ഇല്ല ഖുർആൻ ക്ലാസ്. ഇനി എന്താ പന്റെ ഖുർആൻ ക്ലാസിന്റെ കോലം? അത് ഇപ്പം തന്നെ പറട്ടെ. നമ്മൾ ഇന്ന് ഒരു കഥയുമില്ലാതെ ഒരു വാതിൽ 100 ആയത്തോടും എന്താ പറഞ്ഞോന്നും അറിയില്ല. പറ, കേട്ടോനൊന്നും അറിയേണ്ട ആവശ്യമല്ല, കേട്ടോൻ കേൾക്കാൻ വരില്ല. കേൾക്കാൻ അവൻ വരുന്നത് ആർക്കും കേൾക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായോ? ഇതിനൊക്കെ നമ്മൾ വിശദീകരണം കൊടുക്കണോ? നമ്മളിന്ന് ഒരു കഥയില്ലാതെ ഇങ്ങനെ ഖുർആനിൽ ആയത്ത് എങ്ങനെ ഓതും, എന്താ പറഞ്ഞതെന്ന് പറഞ്ഞോനും അറിയില്ല, കേട്ടോന് പിന്നെ അത് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവൻ എന്താ പറഞ്ഞോളാത്തത്? ഇവന്റെ മുന്നിലിരിക്കുന്ന കൗമിന് അവനക്ക് വിശ്വാസമില്ല. ഓടുക്കണ ഖുർആൻ ക്ലാസിനെ കുറിച്ചാണ് ഓൻ ഈ പറയണത്. അങ്ങനെ തൊള്ളി തോന്നി ആയത്ത് എങ്ങനെ ഓതും, അതിന് ഓന് തോന്നിയ അർത്ഥം എങ്ങനെ കൊടുക്കും? കേട്ടോളി ഓൻ വെക്കുന്ന പുതിയ അർത്ഥം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിന് ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 കൊല്ലത്തിനിടയിൽ ഒരു അർത്ഥം കണ്ടെത്തി. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, ഈ ദിക്റിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. വഇന്നാ ലഹു ലഹാഫിളൂൻ, യൂറോപ്പിൽ നിന്നും ഞാൻ ആ ദിക്റിനെ അന്ത്യനാൾ വരെ സംരക്ഷിക്കും എന്നായിരിക്കും അതിനർത്ഥം. എന്തുകൊണ്ട്? ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ്. ഒരു ഖുർആൻ വ്യാഖ്യാനാണിത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്ത് ഓതിയിട്ടും പറയണേ. ഇതിന് 2 കൊല്ലം ഞാൻ ഇതിനൊരു അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. മുൻകാല മുഫസ്സിറുകളെ പരിഗണിക്കണ്ട, ഈ സമീപകാല മുഫസ്സിറുകളെ പോലും പരിഗണിക്കണ്ട, ബഹുമാനപ്പെട്ട ജ്ഞാനവറുകൾ 2 കൊല്ലമായിട്ട് ഇതിന് അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? ഈ ദിക്റിനെ നാം ഇറക്കിയിരിക്കുന്നു, ഇത് നാം സംരക്ഷിക്കുന്നു പറഞ്ഞില്ലേ, അത് യൂറോപ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. എവിടുന്ന് കിട്ടി? ഓൻ കണ്ടെത്തിയ അർത്ഥം. ശൈത്താൻ ഓന്റെ തലയിട്ടെടുത്ത ഇൽഹാം. കാരണം മുൻകാല മുഫസ്സിറുകളൊന്നും ഓൻ പരിഗണിക്കൂല. ഓൻ പരിഗണിക്കണ മുഫസ്സിറുകളുണ്ട്, മഹാന്മാരായ ചില മുഫസ്സിറുകൾ. ആ മുഫസ്സിറുകളൊന്നും കേട്ടോളി. എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മലയാളത്തിൻ്റെ വരദാനമായ ബഹുമാനപ്പെട്ട KG രാഘവൻ നായരുടെ അമൃതവാണിയിലെ ഒരു ഖുർആനിക വചനത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിച്ചിട്ടുള്ളത്. രാഘവൻ നായരെ എനിക്ക് കരള് പോലെ ഇഷ്ടമാണ്. എനിക്ക് മലയാളത്തിൽ കരൾ പോലെ ഇഷ്ടമുള്ള കുറേ സാഹിത്യകാരന്മാരുണ്ട്. ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കരവിരുതി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഫാത്തിഹയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിരുന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് വർണ്ണിക്കാൻ കഴിയൂല. ആരാണ് ബഹുമാനപ്പെട്ട ഞാൻ അംഗീകരിക്കുന്ന മുഫസ്സിർ, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആ കൽബിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട മുഫസ്സിർ, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മലയാളത്തിന്റെ മുഫസ്സിർ രാഘവൻ നായർ. ആ രാഘവൻ നായരുടെ അമൃതവാണിയിലെ ആ ഖുർആൻ വ്യാഖ്യാനമാണ് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. ഇവൻ പയക്കാൻ വേറെ എന്തെങ്കിലും കാരണമാണ് സഹോദരങ്ങളെ. ഒരു ആയത്തിന് അർത്ഥം പറയുമ്പോൾ ആ ആയത്തിന്റെ പ്രഥമ മുഫസ്സിറുകൾ ആരാ? ആ ആയത്ത് ആദ്യമായി വ്യാഖ്യാനിച്ചാരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രഥമ ശ്രോതാക്കൾ മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കി? ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ കേട്ട താബീങ്ങൾ അങ്ങനെ മനസ്സിലാക്കി, തബഉ താബീങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ എങ്ങനെ വിശദീകരണം കൊടുത്തു? അതാണ് ഒരു ആയത്ത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ രാഘവൻ നായരും കോവാലം പണിക്കാരും കിട്ടുണി വൈദ്യരൊന്നുമല്ല ഖുർആൻ ആയത്ത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഈ ചങ്ങായിന്റെ ആകത്തുക. നമ്മൾ തുടങ്ങണുള്ളൂ. ഈ ചങ്ങായിന്റെ കുറച്ച് കാലം ഇവന്റെ പിന്നാലെ കൂടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇവന്റെ പഴയ കോലും പുതിയ കോലും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റൂല അവന്. അപ്പൊ ഇവന്റെ ആകത്തുകയാണത്. ഇവനെ കൊണ്ട് ഇടങ്ങാറായിട്ടുണ്ട്. ആര് ഇടങ്ങാറായിട്ടുണ്ട്? ഇവന്റെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ഇടങ്ങാറായിട്ടുണ്ട്,
ഇവന്റെ സമൂഹം ഇടങ്ങാറായിട്ടുണ്ട്, നാട്ടുകാർ ഇടങ്ങാറായിട്ടുണ്ട്, വീട്ടുകാർ ഇടങ്ങാറായിട്ടുണ്ട്, കുടുംബക്കാർ ഇടങ്ങാറായിട്ടുണ്ട്, കെട്ടികൾ ഇടങ്ങാറായിട്ടുണ്ട്. പറട്ടെ, എന്റെ ഭാര്യയോട് വന്ന് പറയാ, എന്റെ ഒരു വകയിലെ ചേട്ടൻ ബാപ്പല്ല, അപ്പൊ പിന്നെ മൂത്താപ്പാന്റെ മക്കളൊക്കെ നമ്മള് രക്ഷിതാക്കൾ തന്നെയല്ലേ. അപ്പൊ ഇവൻ വകയിലെ ഒരു മൂത്താപ്പാന്റെ മകൻ എന്റെ ജ്യേഷ്ഠൻ വന്നിട്ട് വീട്ടിൽ എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്നോട് നാടങ്ങിയിരിക്കാൻ പറയണ്ടി, മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. ഇത് വാട്സപ്പിലൊക്കെ പലതും പറഞ്ഞിട്ട് ഓരോ എല്ലാ കൊല്ലം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മക്ക് പോയി എല്ലാം പ്രശ്നം, എന്റെ കുടുംബത്തിലും മോശം, നമ്മൾ മോശം, പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു ഗതികേട് ലോകത്ത് ഇവര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊരു പ്രസ്ഥാനത്തിന്റെ പ്രാസംഗികനാണെങ്കിലും പ്രബോധകനാണെങ്കിലും അവന് എതിർപ്പാളയത്തിൽ നിന്ന് എതിർപ്പുണ്ടാവും, ആദർശ വിരോധികളിൽ നിന്ന് എതിർപ്പുണ്ടാവും. സ്വന്തം പ്രസ്ഥാനത്തു നിന്നും, സ്വന്തം മഹലിൽ നിന്നും, സ്വന്തം നാട്ടുകാരുടെ നിന്നും, സ്വന്തം കുടുംബത്തിൽ നിന്നും, സ്വന്തം കെട്ടികളെടുത്തുനിന്ന് വരെ എതിർപ്പുള്ള ഒരു സാധനം. ഈ സാധനം ഇക്കണ്ട പൊലമ്പല് മുഴുവൻ പൊലമ്പീട്ടും മറ്റേ കാക്ക മുണ്ടീരി ചേട്ടാ, ഇഫ്രിക്കോയോ